കുടുംബം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു കുടുംബമായി ജീവിക്കുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ, അമ്മ, മക്കൾ, പിന്നെ ഇവരെ ചുറ്റും നിൽക്കുന്ന മറ്റ് വ്യക്തികൾ അല്ലേ. അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ആവാം. അപ്പം കുടുംബത്തിലെ അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് എന്താണ്, സന്തോഷവും കൂടണം. അതാണ് കുടുംബത്തിൻ്റെ വിജയം. ഭിന്നതകൾ പരിഹരിച്ച് പോവുക എന്നുള്ളത് അല്ലേ. പിന്നെ അച്ഛൻ, അമ്മ ഇവരാണ് പ്രധാനമായിട്ടും വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർ അല്ലേ. വരുമാനം കൊണ്ടുവരുന്നവരും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നവരും. കുട്ടികളെന്താണ്, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം നന്നായി നിറവേറ്റി പോവുക, പിന്നീട് നല്ലൊരു ജോലിയിലേക്ക് കടക്കുക അല്ലേ. ജോലിയിലേക്ക് കടന്ന് അവരുടെ വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കുക, അങ്ങനെ അവർക്കൊരു കുടുംബമാകുക. ഒപ്പം തൻ്റെ മാതാപിതാക്കളെ അല്ലേ, അവർ കാരണമാണല്ലോ ഇവർക്കൊരു ജീവിതം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസമായാലും അവർക്കൊരു ജോലി കിട്ടുന്നിടം വരെയും അച്ഛനെ അമ്മയെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു കുടുംബമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു കണ്ണിയായി ഈ അച്ഛനും അമ്മയും മാറണം അല്ലേ. അങ്ങനെ ആ കണ്ണികൾ ഇങ്ങനെ ചേർത്ത് പോകുന്നു. അതിനനുസരിച്ച് പുറകിൽ നിന്ന് ഓരോ കണ്ണികൾ അടന്നടന്ന് പോവുകയും ചെയ്യും. അതാണല്ലോ ജീവിതം. അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ. ചെറിയ ചെറിയ ഇണക്കങ്ങൾ വലിയ വലിയ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നു അല്ലേ. വലിയ വലിയ കലഹങ്ങളൊക്കെ ചില സമയത്തുണ്ടാകും. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ്? കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ഓരോരോ മനസ്സാണ്. ഒരു മനസ്സ് ചിന്തിക്കുന്നത് പോലല്ല മറ്റൊരു മനസ്സ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ് അല്ലേ. ഒരു വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായം വരും. അപ്പോഴെന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുകയാണ് അവിടെ. അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരേപോലെ ചിന്തിക്കാൻ ഒരിക്കലും ആർക്കും അങ്ങനെ കഴിയത്തില്ല. പിന്നെന്താ, ചില ആളുകൾ ഒരേപോലെ ചിന്തിക്കും എന്നുള്ളതേ ഉള്ളൂ. ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഒരു കുടുംബത്തിലുണ്ടായാൽ അത് വലിയൊരു കാര്യമാണ്. പിന്നെന്താണ്, വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആ ഗൃഹനാഥന് ഉണ്ടാവണം. അവസാന വാക്ക് അദ്ദേഹത്തിൻ്റേതായിരിക്കണം അല്ലേ. അങ്ങനെ ഒരു ഹീറോ ആയിട്ട് ഒരു ഗൃഹനാഥൻ നിന്നെങ്കിൽ മാത്രമേ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും ചിലരുടെ വീടുകളിലൊക്കെ അതിന് പറ്റാതെ വരുന്നുണ്ട്. ചിലപ്പം അവിടെ അമ്മമാർക്കായിരിക്കും കൂടുതലൊരു പരിഗണന. ചില അച്ഛന്മാരെന്താണ്, പാവങ്ങളാണ്, ചെറിയ മനസ്സുള്ളവരാണ്. അവർക്ക് ഇങ്ങനെ ഒച്ചയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യത്തോടെ പറയാനോ വേണ്ട എന്നൊക്കെ പറയാനൊക്കെ ഉള്ള മനസ്സ് ചിലർക്ക് കാണില്ല. അതെന്തോ ആയിക്കോട്ടെ, അവരുടേതായിട്ടുള്ള സ്വഭാവമാണ്. എന്തായാലും കുടുംബത്തിൽ തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാകണം. അയാൾ ആ കുടുംബത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ ആ കുടുംബത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അങ്ങനെ ഇമ്പമുള്ളതായി മാറും ഇല്ലേ, കേൾക്കാനും കാണാനും എല്ലാം. ശരിയല്ലേ. അപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.